ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ഒരു ബുക്ക് റിവ്യൂ, ഒന്നല്ല കുറച്ചധികം ബുക്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ വായിച്ച കുറച്ചധികം ബുക്സ്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് വായന എന്ന് പറയാൻ പറ്റില്ല, കഥകൾ കേട്ട് തുടങ്ങുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് കേട്ടോ. അമ്മ എന്നെ ഉറക്കുമ്പോഴും പറമ്പിൽ കൂടെയൊക്കെ ഒക്കെ തിരുത്തി ചോറ് വാരത്തുനിന്ന് നടക്കുമ്പോഴൊക്കെ അമ്മ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും മുയലച്ഛൻ്റെയും മുയലമ്മയുടെയും ഒക്കെ കുറുക്കൻ്റെയും കുറുക്കത്തിയുടെയും ഒക്കെ കഥകൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായിരുന്നു കഥകളിലേക്കുള്ള എൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെട്ട് ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നീട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് അച്ഛനാണ് എനിക്ക് കളിക്കുടുക്കയും ബാലരമയും ബാലഭൂമിയും ഒക്കെ പരിചയപ്പെടുത്തി തന്നത്. ഓരോ വീക്കിലും എൻ്റെ ആവുമ്പോൾ ഞാൻ കാത്തിരിക്കും ആ ബുക്സുകൾ ഇന്ന് കയ്യിലേക്ക് കിട്ടാൻ. അതിലൂടെയാണ് പാട്ടുകളെയും അക്ഷരങ്ങളെയും വരയ്ക്കാനൊക്കെ ഞാൻ കൂടുതലായിട്ട് പഠിച്ചത്. പിന്നീട് സീരിയസ് ആയിട്ട് ഞാൻ വായനയെ കാണാൻ ശ്രമിച്ചത്, എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് സിലബസ് എടുത്ത് പഠിച്ച ആൾക്കാർക്ക് അറിയാം. 10ാം ക്ലാസ്സിൽ പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതെ, എനിക്കായിരുന്നില്ല, എൻ്റെ ബ്രദറിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോൾ ആ ശീലം, ചേട്ടന്മാരുടെ മലയാളത്തിൻ്റെ ബുക്സ് എടുത്ത് വായിക്കുന്ന അനിയത്തിമാർ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അവന് പുതിയ ബുക്ക് കിട്ടുമ്പോൾ തന്നെ ഞാനത് തുറന്ന് വേഗം വായിക്കാം, കാരണം എനിക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നത് മലയാളമായിരുന്നു അന്നൊക്കെ. അപ്പം അതാണ് പാത്തുമ്മയുടെ ആടാണ് ആദ്യമായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വായിച്ച ബുക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വായനയിലേക്ക് എത്തിച്ച ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര എളുപ്പമാണോ ഒരു ബുക്ക് വായിക്കാൻ, അത് മനസ്സിലാക്കാൻ എന്ന് എന്നെ പഠിപ്പിച്ച ബുക്കും അത് തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് വായനയിലേക്ക് ആദ്യമായിട്ട് എന്നെ ചുവട് വെപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പിന്നീട് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്തും അല്ലാണ്ട് വാങ്ങിച്ചുമൊക്കെ അച്ഛൻ എനിക്ക് ഒരുപാട് ബുക്സുകൾ വാങ്ങിച്ചു തന്നു. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് ഇവിടെ കുറച്ച് ബുക്കുകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉള്ള പുസ്തകങ്ങളിൽ കുറച്ച് നല്ല കഥകളും സൊസൈറ്റീനെ കുറിച്ച് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും നാടകങ്ങളും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇവിടെ ഒന്ന് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അത് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ ബുക്സുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. കുറേ പേർക്ക് അറിയാൻ പറ്റും, കുറേ പേർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വീട്ടമ്മയാണെങ്കിലും ഇപ്പോഴും വായനയിൽ ഞാൻ പുറകോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. സാഹിത്യം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പെട്ടെന്നൊന്നും നിർത്തത്തുമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് KR മീര. KR മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കയ്യെടുത്ത് പിടിച്ചേക്കുന്നത്. എന്താ പറയുക, തികച്ചും മലയാളത്തിൽ ഇങ്ങനൊരു പ്രമേയം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. തികച്ചും വിഭിന്നമായ രീതിയിലാണ് ഇതിൽ ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി വായനയെ കുറച്ചുകൂടി ഗഹനമായിട്ട് സമീപിക്കുന്നവർക്ക് ഒരു നല്ല പുസ്തകം തന്നെയായിരിക്കും ആരാച്ചാർ എന്നുള്ളത്. ചേതന വൃതാമല്ലിക് എന്ന് പറഞ്ഞൊരു കുട്ടി ആരാച്ചാരായിട്ട് ജോലി ഏറ്റെടുക്കുന്നത് മുതലാണ് ഇതിലെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഹിന്ദി ടച്ച് കൂടുതലുള്ള ഒരു നോവലാണ് KR മീരയുടെ ആരാച്ചാർ എന്നുള്ള പുസ്തകം കേട്ടോ. പിന്നെയുള്ളത് അടുത്തത് MTയുടെ നാലുകെട്ടാണ്. അപ്പുണ്യ ആർക്കാൻ മറക്കാൻ കഴിയുന്നതല്ലേ? ഒരാളെ കുടുംബവും ആചാരങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ കാരാഗ്രഹമാവുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ MT പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ സാമൂഹിക ഘടനയൊക്കെ നമുക്ക് ഇതിലൂടെ വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും നല്ലൊരു ബുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് മലയാള തനിമയുള്ള ഒരു നോവലാണ് നിലം പൂത്തു മലർന്ന നാൾ. മനോജ് കൂറൂരിൻ്റെയാണിത്. എനിക്ക് തോന്നുന്നു 2 സഹസ്രാബ്ദത്തെ എഴുത്തുകാരൻ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മുടെ പഴയ കാലം എങ്ങനെയായിരുന്നു എന്ന് ഇതൊന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. നല്ല ഒന്നാന്തരം ഒരു നോവലിലൂടെ നമ്മുടെ മലയാള തനിമയെ മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു നോവലാണ് കേട്ടോ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഇതും വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണ്. ഒരു എന്താ പറയുക, നോവൽ സാഹിത്യത്തെ ഒരു ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ ഒരു കൃതി അങ്ങനെ വേണമെങ്കിൽ പറയാം.
മലയാള നോവൽ സാഹിത്യത്തെ ഒരു ക്ലാസിക്കൽ ലെവലിലേക്ക് ഉയർത്തിയ ഒരു കൃതി എന്ന് നമുക്ക് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തെ പറയാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിനി വേഗം പോകാം. കുറച്ചധികം ബുക്സുകളുണ്ട് എൻ്റെ കയ്യിൽ, പെട്ടെന്ന് തീർക്കാം കേട്ടോ. മാധവിക്കുട്ടി, എൻ്റെ ഒരു ഫേവറേറ്റ് എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലമാണ്. സാധാരണ എഴുതുന്നത് പോലെ തന്നെ അവരുടെ ജീവിതത്തെ തന്നെയാണ് അവരിതിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആമി എന്നാന്ന് തോന്നുന്നില്ല മഞ്ജു വാര്യരുടെ മൂവിയുടെ പേര്. അത് ഇറങ്ങിയപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ക്രിട്ടിസൈസ് ഞാൻ കണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ മാധവിക്കുട്ടിയായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആ ഒരു കഥ എഴുതുന്നു, പക്ഷേ അത് വായിക്കുന്ന വായനക്കാരുടെ പലരുടെയും മനസ്സിൽ ആ കഥാപാത്രം പല രീതിയിലായിരിക്കും വരുന്നത് എന്ന്. അവരാണ് ആ കഥാപാത്രത്തിന് പല തലങ്ങൾ നൽകുന്നതെന്ന്. എൻ്റെ ഉള്ളിൽ എന്തിലേക്ക് ആയിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതേപോലെ എൻ്റെ ഉള്ളിലുള്ള മാധവിക്കുട്ടി ആയിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നു ആ സിനിമയെ കുറച്ച് വിമർശനത്തിന് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ കാണുന്ന ഇന്ദുലേഖയ്ക്ക് എന്താ പറയുക, ഒരുപാട് മുടിയുള്ള മാൻമിഴിയുള്ള നല്ല വെളുത്ത് കൊലുന്തനെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷെ അതായിരിക്കും